കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. എൻ്റെ പേര് ലജിത. ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ? ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് മലര് വെച്ചിട്ട് വളരെ പെട്ടെന്നും അതിലേറെ സ്വാദോടും കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മലര്, തേങ്ങ, പച്ചമുളക്, സവാള, ഇഞ്ചി, ഉഴുന്ന് പരിപ്പ്, വറ്റൽമുളക്, അതുപോലെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇത്രയുമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മലര് നല്ല വൃത്തിയാക്കി അതിനകത്ത് നെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് മാറ്റി നല്ല വൃത്തിക്ക് എടുക്കണം കേട്ടോ. ഇനി ഈ അവലൊന്ന് വെള്ളത്തിലിട്ട്, അതായത് ഇത് കുതിരാനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ഇട്ട് അപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി അങ്ങ് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് കടങ്കഥകൾ ചോദിക്കട്ടെ. ഒന്ന്, ആനയെ കെട്ടാൻ തടിയുണ്ട്, പക്ഷെ ജീരകം പൊതിയാൻ ഇലയില്ല. അറിയില്ല. ഞാൻ പറയാം. നെല്ലിമരം. നേരാണല്ലോ. ഇനി രണ്ടാമത്തെ, ചുള്ളിക്കൊമ്പിൽ മഞ്ഞക്കിളി. ചുള്ളിക്കൊമ്പിൽ മഞ്ഞക്കിളി. അത് ഞാൻ കേട്ടിട്ടുണ്ട്. മാമ്പഴല്ലേ? അതെനിക്കറിയായിരുന്നു. എന്നാ അടുത്തത്, അതെനിക്ക് ഭയങ്കര പാടായിരിക്കും. നോക്കട്ടെ. മൂന്നാമത്തെ, 1000 തത്തയ്ക്ക് ഒരൊറ്റ കൊക്ക്. അതറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലേ. ഉത്തരം പറയട്ടെ? വാഴക്കുല. നേരാ. ശരി. അപ്പോൾ മലരൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാന് അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് നിറം മാറണം വരെ ഇളക്കി കൊടുക്കുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, കൂടാതെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക്, ആ കൂട്ടത്തിൽ ഇഞ്ചി, ഇതൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ. അമ്മ, ഞാൻ ഇനി അടുത്ത് ചോദിക്കട്ടെ? പച്ചപ്പലക കൊട്ടാരത്തിൽ 10-100 കൊട്ടത്തേങ്ങ. അറിയത്തില്ല. ഞാൻ പറയാണ്, കപ്പളങ്ങപ്പഴം. ശരിയാ. ഇനി ഞാൻ തക്കൂരോട് കളിക്കാൻ പോവാണേ. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടാതെ 1 കപ്പ് തേങ്ങയുടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഒത്തിരി മൂപ്പിച്ച് എടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആദ്യം എടുത്ത് വെച്ചിരുന്ന ആ മലര് അങ്ങിട്ട് കൊടുക്കുക കേട്ടോ. ആ കൂട്ടത്തിലേക്ക് ഞാൻ കപ്പലണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് നെയ്യിൽ. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇത് ഇനി തീ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്ക് വേവിക്കൊന്നും വേണ്ട. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് റെസിപ്പി തന്നെയാണ് കേട്ടോ. നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടോ. അതിനുശേഷം അതിൻ്റെ കമൻറ്റ്, അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.